സകലമാന കേരളം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കൊച്ചി CBI കോടതി വിധി നാളെ. നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി സ്ഥലം വിട്ടു നൽകിയവർ പ്രതിഷേധത്തിൽ. നഷ്ടപരിഹാരം വൈകുന്നു. 6500ഓളം കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. നിശ്ചയിച്ചത് കുറഞ്ഞ വിലയെന്ന് സമരസമിതി. അങ്കമാലി MC റോഡിൽ വാഹനാപകടത്തിൽ ഒരു മരണം. അപകടം ട്രാവലർ തടി ലോറിയുമായി കൂട്ടിയിടിച്ച്. അപകടത്തിൽപ്പെട്ടത് കാറ്ററിംഗ് തൊഴിലാളികൾ. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കോന്നിയിൽ തുടക്കം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. തിരുവല്ലയിലെ വിഭാഗീയത പ്രധാന ചർച്ച. നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിക്കുന്നു. 11 സീറ്റുകൾ അധികം. ബസ്സിൽ ശൌചാലയം നിലനിർത്തി. പുതിയ സർവീസ് കുറഞ്ഞ നിരക്കിൽ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി ശനിയാഴ്ച വിധി പറയുമ്പോൾ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. സമൂഹത്തിൽ ഇത്തരം ക്രൂരകൃത്യം ചെയ്യുന്നവർക്കെതിരെയുള്ള താക്കീതായിരിക്കും കോടതി വിധിയെന്നും കുടുംബം പ്രതികരിച്ചു. കേസിൽ സർക്കാർ ഉയർത്തിയ വെല്ലുവിളികൾ മറികടക്കാനായി തെളിവുകളും സാക്ഷിമൊഴികളും അനുകൂലമായിരുന്നുവെന്നും കുടുംബം കൂട്ടിച്ചേർത്തു. കേരളത്തിലേറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടായ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഒടുവിൽ വിധി വരുന്നു. നമ്മോടൊപ്പം കൃപേഷിന്റെയും അതുപോലെ തന്നെ ശരത് ലാലിന്റെയും കുടുംബങ്ങൾ തന്നെ ചേരുന്നു. ആദ്യം ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. അതേ കുറ്റം ചെയ്തവർക്ക് അതിന് തക്കതായ ശിക്ഷ കിട്ടുന്നുള്ള ഒരു വലിയൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് അതിൻ്റെ തക്ക തെളിവുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സാക്ഷിമൊഴി നമുക്ക് 170ഓളം ആൾക്കാർ കൃത്യമായി കോടതിയെ സാക്ഷി വിസ്തരിച്ചു കഴിഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എറണാകുളം പോയിട്ടാണ് നമുക്ക് ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയി ഈ കേസ് നടത്തിപ്പ് കൊണ്ടുപോയത്. അത് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മളെ ഇത്രയും വേദനിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തലയിൽ അതും കൂടി കെട്ടിവെച്ചു. സർക്കാരിനോട് മല്ലടിക്കുന്ന രീതിയായി പോയി. ഈ കേസിൻ്റെ കൂടെ നമ്മുടെ 143ഓളം കേസ് നമ്മുടെ നാട്ടിൽ എല്ലാ കുട്ടികൾക്കും മേലെ ചാർത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നമ്മുടെ ഇവിടുത്തെ ദേവീ കടാക്ഷം കൊണ്ട് എല്ലാം ഇതുവരെ നടന്ന കേസുകളൊക്കെ കൃത്യമായ ഒരു നടപടിക്രമമായി നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പോരാട്ടം എന്ന് വെച്ചാൽ പാർട്ടി സഹായത്തോടു കൂടി ഞങ്ങൾ എല്ലാ സാക്ഷികളും നമ്മൾക്ക് പിന്തുണ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാര്യമായി എല്ലാം നല്ല ശിക്ഷ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. എന്തായാലും വലിയ വിവാദങ്ങൾ, വലിയ ചർച്ചകളൊക്കെ നടന്ന ഒരു കൊലപാതകം, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകം. ആ കൊലപാതകത്തിലാണ് വിധി വരുന്നത്. ഏതായാലും CBI അന്വേഷണത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കുടുംബം വലിയ പ്രതീക്ഷയോടെ തക്കതായ ആ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നൽകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. പെരിയ കല്ലോട്ടിൽ നിന്നും KB ബൈജു, News 18 കാസർഗോഡ്. പ്രതികൾക്ക് വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഇതിലെ ആദ്യത്തെ 11 പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കുന്നില്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമെങ്കിലും കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ആസൂത്രിതമായ കൊലപാതകമായതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഓരോ പ്രതികളും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മുൻ MLAമാരും ഒക്കെയാണ് ഇതിലെ പ്രതികൾ. അപ്പോൾ പ്രതികളെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ആദ്യം ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. ആ അന്വേഷണ കമ്മീഷൻ ശരിയായ ദിശയിലൂടെ പോകുന്നു എന്ന് കണ്ടപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും താല്പര്യത്തിനനുസരിച്ചിട്ടാണ് പ്രതികളെ ക്രമീകരിച്ചത്. KB ബൈജു വിവരങ്ങളുമായി. ബൈജു, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസ്. ആ കേസിലാണ് നാളെ വിധി പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് കുടുംബത്തിന്റെ, കൃപേഷിന്റെയും ശരത് ലാലിന്റെയും പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകൾ?
ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ നാളെ കൊച്ചി CBI പ്രത്യേക കോടതി വിധി പറയുന്നത്. എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയോടെയുണ്ട്. അതായത് ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. എന്തായാലും 2019 ഫെബ്രുവരി 17 ഈ അരുംകൊല നടന്നത്. പെരിയയിലെ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ രാത്രി 7:45 കൂടിയാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുന്നത്. എന്തായാലും ഈ സംഭവം പ്രതികളായിരിക്കുന്നതെല്ലാം CPM നേതാക്കളും CPM പ്രവർത്തകരും CPMുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായ ഒരു കേസാണ്. അതിൽ ഇനി വിധി വരുമ്പോൾ രാഷ്ട്രീയ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യും. ഒരു പക്ഷേ നിർണായകമായ ഒരു വിധി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു വിധിയായിരിക്കും നാളെ ഉണ്ടാവുക. 24 പ്രതികളാണ് ഈ കേസിലുള്ളത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പിന്നീട് ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ചാണ് ഇതിൽ 14 പ്രതികളെ പ്രതി ചേർത്ത് ഇത്തരത്തിൽ ചേർത്തത്. ഇതിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെ 14 പേരെയാണ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തത്. പിന്നീട് കുടുംബം ഈ അന്വേഷണം തൃപ്തികരമല്ല, ഇതിൽ ഉന്നത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ കുറ്റപത്രം റദ്ദാക്കുകയും CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. ഇത് ചോദ്യം ചെയ്ത് കേരള സർക്കാർ അതായത് 1 കോടിയോളം രൂപ ചെലവഴിച്ച് ഡൽഹിയിൽ നിന്നും അഭിഭാഷകരെ കൊണ്ട് വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ വിവാദമായതാണ്. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. പിന്നീട് CBI 10 പേരെ കൂടി പ്രതി ചേർക്കുന്നു. അങ്ങനെ 24 പ്രതികളാണുള്ളത്. ഇതിൽ KV കുഞ്ഞിരാമൻ അതായത് മുൻ MLA ഉദുമ മുൻ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ പ്രതികളാണ്. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 16 പേർക്ക് നേരത്തെ ജാമ്യം കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം ഇപ്പോഴും ജയിലിലാണ്. ഇതിൽ 1-ാം പ്രതി പീതാംബരനാണ്. പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A പീതാംബരനാണ് ഈ കേസിലെ 1-ാം പ്രതി. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം കാസർഗോഡ് ജില്ലയിൽ സമ്മാനിച്ചു. അത് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസ് അതൊരു ചർച്ചാ വിഷയമായിരുന്നു. അത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളം മൊത്തം തെരഞ്ഞെടുപ്പിന് വരെ ഇത് ഒരു പ്രചരണ ആയുധമായിരുന്നു. അത്തരത്തിൽ വലിയ കോളിളക്കം ഉണ്ടായ ഒരു കേസിലാണ് വിധി പറയുന്നത്. എന്തായാലും ഈ പ്രതികൾക്ക് അതായത് 1 മുതൽ 11 വരെയുള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷയോ അതല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമോ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പങ്കുവച്ചത്. അതോടൊപ്പം ഈ കല്യോട്ടുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം നിരവധി പേർക്ക് ഈ സംഭവത്തോടനുബന്ധിച്ച് ഒരുപാട് കേസുകൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ രക്ഷിതാക്കൾ ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ പറഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം അത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷം ഒക്കെ ഉണ്ടായ ഒരു പ്രദേശമാണ്. ഏതായാലും വിധിയുടെ പശ്ചാത്തലത്തിൽ പെരിയ അതുപോലെ തന്നെ കല്യോട്ട് ഈ കൊലപാതകം നടന്ന കല്യോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രതയാണ്. എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രതയിലാണ്. നാളെ ഈ CBI കോടതിയിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 24 പ്രതികളും നാളെ ഈ കോടതിയിൽ കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിൽ ഹാജരാകുന്നുണ്ട്. ഇതിലിനി കുറ്റക്കാരല്ലെന്ന് കണ്ട് ആരെങ്കിലും വെറുതെ വിടുമോ അതൊക്കെ ഇനി വളരെ ആകാംക്ഷയോടെ നാളെ കേരളം കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമെന്ന് പറയാവുന്ന ഒരു വിധി തന്നെയാണ് നാളെ കൊച്ചിയിൽ CBI കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ CBI അന്വേഷണം ആരംഭിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ വിചാരണ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഏകദേശം 7 മാസം കൊണ്ട് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി എന്നതാണ് ഈ കേസിന്റെ പ്രത്യേകത. വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത പെരിയ ഇരട്ടക്കൊലപാതക കേസിലാണ് നാളെ വിധി വരുന്നത്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുത്തവർക്കുള്ള നഷ്ടപരിഹാര വിതരണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാവുന്നു. പദ്ധതിക്കായി നാവായിക്കുളത്തിനും വിഴിഞ്ഞത്തിനുമിടയിൽ ഭൂമി വിട്ടുകൊടുത്ത 6500ഓളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. ചൈനയിലെ ഷെൻസെങ് മാതൃകയിൽ കേരളത്തിന്റെ വളർച്ചാ കേന്ദ്രം. ഇങ്ങനെയാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയെ സംസ്ഥാന സർക്കാർ വിശേഷിപ്പിച്ചത്. ദേശീയപാത 66, MC റോഡ്, സംസ്ഥാന പാതകൾ ഇവയെ ബന്ധിപ്പിച്ച് 63 കിലോമീറ്റർ ദൂരം 60 മീറ്റർ വീതിയിൽ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയാണ് നിർദ്ദിഷ്ട പദ്ധതി. തലസ്ഥാനത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്. 2023 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ഉടമകളിൽ നിന്ന്
ആധാരമടക്കമുള്ള ഭൂരേഖകളുടെ ഒറിജിനൽ സർക്കാർ കൈപ്പറ്റി. എന്നാൽ 2 വർഷമായിട്ടും നഷ്ടപരിഹാരം സംബന്ധിച്ച അവ്യക്തത തുടരുന്നു. ഭൂമിക്ക് നൽകുന്ന വില വളരെ കുറവാണെന്നും പഴയ കെട്ടിടങ്ങൾക്ക് തേയ്മാനം കണക്കാക്കിയുള്ള വില നൽകുന്നത് അനീതിയാണെന്നുമാണ് ഭൂ ഉടമകളുടെ നിലപാട്. അതും എന്ന് നൽകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ 2022 ഒക്ടോബറിൽ തുടങ്ങിയ പരിപാടി 23 മാർച്ചോടുകൂടെ സമാപിക്കും. അതോടുകൂടെ നിങ്ങളുടെ എല്ലാം വസ്തു ഏറ്റെടുത്തുകൊണ്ട് പൊന്നും വില തരും. പൊന്നും വില എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വിലയേക്കാളും 3-4 ഇരട്ടി തരുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ പലരും എതിർത്തുവെങ്കിലും ചില ആൾക്കാരെങ്കിലും സർക്കാരിന്റെയും ഈ അധികാരികളുടെയും മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി വസ്തുക്കളുടെ അസൽ ആധാരങ്ങൾ ഉൾപ്പെടെ എല്ലാ രേഖകളും കൊടുക്കാൻ തയ്യാറാണ്. വലിയ നഷ്ടപരിഹാരം സ്വപ്നം കണ്ട് പുതിയ വീടും സ്ഥലവും വാങ്ങിയവർ നിരവധി. പഠനത്തിനും വിവാഹാവശ്യത്തിനും വായ്പകൾ എടുത്തവർ വേറെയും. എല്ലാവരും പ്രതിസന്ധിയിൽ. കിളിമാനൂരിൽ റിംഗ് റോഡിന് സ്ഥലം വിട്ടുകൊടുത്ത ഗിരീഷ് എന്നയാൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. അത് നഷ്ടപരിഹാരം ലഭിക്കാത്തതിലെ മനോവിഷമം കാരണമാണെന്ന് സമരസമിതി ആരോപിക്കുന്നു. എന്നാൽ ഗിരീഷിന്റെ കുടുംബാംഗങ്ങൾ ഇത് നിഷേധിച്ചു. ഉചിതമായ നഷ്ടപരിഹാരം ഉടൻ നൽകിയില്ലെങ്കിൽ ശക്തമായ സമരമെന്ന മുന്നറിയിപ്പാണ് സമരസമിതി സർക്കാരിന് നൽകുന്നത്. ആർക്കാണ് ചാർജ്? അതായത് വെമ്പായം രസീതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് ടൗൺഷിപ്പിനായി എസ്റ്റേറ്റ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിധി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. 2 വില്ലേജുകളിലായി 143.41 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുക്കുന്നത്. ഹാരിസൺ മലയാളത്തിന്റെ 65.41 ഹെക്ടർ ഭൂമി, എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകണം. നഷ്ടപരിഹാരം പോരായെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ എസ്റ്റേറ്റുകൾക്ക് അവകാശമുണ്ടെന്നും കോടതി അറിയിച്ചു. വിധി സർക്കാർ സ്വാഗതം ചെയ്തു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി എന്ന വിധത്തിലുള്ള വാർത്തകൾ തെറ്റായ വിധത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ തെറ്റിദ്ധരിക്കാനോ ഇടവന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയം അറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. പുതുവത്സരത്തിൽ തന്നെ നമുക്ക് അഭിമാനപൂർവ്വം പുനർനിർമ്മാണവുമായി മുന്നോട്ട് പോകാം. മേപ്പാടിയിലോ അടുത്ത സ്ഥലത്തോ ഭൂമി വേണമെന്നാണ് ദുരന്തബാധിതർ പറഞ്ഞത്. അങ്ങനെയാണ് 2 സ്ഥലങ്ങൾ തീരുമാനിച്ചത്. ഒക്ടോബർ 4 സർക്കാർ ഇറക്കിയ ഉത്തരവാണ് കോടതി അംഗീകരിച്ചത്. എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്ത് ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് ഉടമകൾ കോടതിയെ സമീപിച്ചത്. പ്രകൃതി ദുരന്തത്തിൽ തങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടായെന്നായിരുന്നു ഭൂ ഉടമകളുടെ വാദം. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. അങ്കമാലി MC റോഡിൽ ട്രാവലർ തടി ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരു മരണം. ട്രാവലറിന്റെ ഡ്രൈവർ അബ്ദുൾ മജീദാണ് മരിച്ചത്. പുലർച്ചെ 3 മണിയോടെ നായത്തോട് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാറ്ററിംഗ് യൂണിറ്റിലെ തൊഴിലാളികൾ സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. റാന്നിയിലെ കാറ്ററിംഗ് പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. പരിക്കേറ്റ 19 പേരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ട്രാവലറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സമുദായ നേതാക്കൾ ഏതെങ്കിലും ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതിനെ മുഖ്യമന്ത്രി സ്ഥാനവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്ന് കെ മുരളീധരൻ. സമുദായ നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട്. വെള്ളാപ്പള്ളി എല്ലാവരെയും വിമർശിക്കാറുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. സമുദായ നേതാക്കന്മാർ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട്. എന്നെയും വിളിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. NSSന്റെ എല്ലാ വർഷവും പരിപാടികളിൽ മുഖ്യാതിഥിമാരായി പല കോൺഗ്രസ്സുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അധികവും NSSന്റെ പരിപാടിയിൽ മന്നൻ ജയന്തിക്ക് മുഖ്യാതിഥികളായി വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോൾ അതിൽ ഇത്തവണ രമേശ് ചെന്നിത്തല വിളിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. അതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല.
2019 മുതൽ വെൽഫെയർ പാർട്ടി പിന്തുണ കോൺഗ്രസിനെന്ന് കെ മുരളീധരൻ. 2016 കുമ്മനത്തിനെതിരെ മത്സരിച്ചപ്പോൾ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നു. BJPക്ക് ബദൽ കോൺഗ്രസ് എന്ന നിലപാടിലെടുത്ത നയമാണതെന്നും കെ മുരളീധരൻ പറഞ്ഞു. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു, കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടില്ല. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കോന്നിയിൽ തുടക്കമാകും. 263 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കോന്നി വകയാർ മേരി മാതാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, പത്തനംതിട്ടയിലേക്ക് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അവിടുത്തെ പലതരത്തിലുള്ള പാർട്ടിയിലെ പ്രശ്നങ്ങളുടെ കൂടി സാഹചര്യത്തിൽ എപ്പോഴാണ് സമ്മേളന നടപടികൾ തുടങ്ങുക? ശ്രീജ, ഇന്ന് വൈകിട്ടാണ് 5 മണിയോടുകൂടി കൊടിമര ജാഥകൾ സമ്മേളനങ്ങളിലെത്തും. തുടർന്ന് പതാക ഉയർത്തോടുകൂടി തന്നെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കും. നാളെയാണ് പൊതുസമ്മേളനം. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുക. 263 പ്രതിനിധികളാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം ചർച്ചകൾ നടക്കും. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പൊതുസമ്മേളനത്തില് ചർച്ചയിലൂടെ ഒക്കെ ഉണ്ടാകും. 3 ദിവസമായി നടക്കുന്ന പൊതുസമ്മേളനത്തിന് ശേഷം 30-ാം തീയതിയാണ് പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. 11 ഏരിയ കമ്മിറ്റികളുള്ള അംഗങ്ങളാണ് സ്വാഭാവികമായി ഈ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. ഇതിന് രാഷ്ട്രീയപരമായി CPM-ന് പത്തനംതിട്ട ജില്ലയിൽ അടിത്തറയുള്ള ഒരു ജില്ല കൂടിയാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി KP ഉദയസ്ഥാന തരത്തിലുള്ള സംഘടന ശക്തമായിരിക്കും കാര്യത്തിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പല ആളുകളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഈ പാർട്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. 5 മണ്ഡലങ്ങളിലും LDF MLA-മാരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭൂരിഭാഗം LDF ഭരിക്കുന്ന മണ്ഡലങ്ങളാണ്. അത്ര ഒരു ആത്മവിശ്വാസം കൂടി CPM-ന് സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള കാര്യം കൂടിയായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുന്ന തരത്തിലായിരിക്കും സമ്മേളനം നടക്കുക. അതുപോലെ തന്നെ യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു കമ്മിറ്റി കൂടി രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും മുഴുവൻ സമയം കേന്ദ്ര ജില്ലാ നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനമായും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PL തോമസ് ഐസക്, AK ബാലൻ, K രാധാകൃഷ്ണൻ, ബാലഗോപാലൻ, സതി ദേവി, CS സുജാത, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ KK ജയചന്ദ്രൻ, ഉത്തരത്ത് ദിനേശൻ, PN വാസവൻ തുടങ്ങിയവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കും. എന്തായാലും കൃത്യമായ ഒരു പാർട്ടിയുടെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ സമയങ്ങളെല്ലാം ഉണ്ടായത്. ലോക്കൽ സമ്മേളനങ്ങളും എല്ലാം പൂർത്തിയായ ശേഷമാണ്, ഏരിയ സമ്മേളനം പൂർത്തിയായ ശേഷമാണ് ജില്ലാ സമ്മേളനത്തിൽ കടക്കുന്നത്. പാർട്ടിക്ക് വിഭാഗീയത ഉണ്ട് എന്ന ചില ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല എന്ന് പറയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. എങ്കിലും ചില ഇടങ്ങളിൽ തിരുവല്ലയിലൊക്കെ ഉണ്ടാകുന്ന വിഭാഗീയത പാർട്ടിയെ സംബന്ധിച്ചൊരു തലവേദനയാണ്. കഴിഞ്ഞ ലോക്കൽ സമ്മേളനം, ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള നടന്ന ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇടപെട്ട ഒരു സമവായ ചർച്ചകൾ കൂടിയാണ് പിന്നീട് സമ്മേളനം നടത്തുന്ന സാഹചര്യം തിരുവല്ലയിൽ ഉണ്ടായത്. അതുപോലെ തന്നെ കുടുംബന്റെ ജില്ലാ സെക്രട്ടറിയായ KP ഉദയവന്റെ ഏരിയ കമ്മിറ്റിയിൽ മത്സരം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതെല്ലാം സമ്മേളനത്തിൽ ഒരുപക്ഷെ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ശക്തമായ അടിത്തറ പാർട്ടിക്ക് ജില്ലയിലുണ്ട്. അത് എല്ലാം ഈ ജില്ലാ കമ്മിറ്റി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടാകും. അതിൽ തീരുമാനങ്ങളുണ്ടാകും. സംഘടനയെ മുന്നോട്ട് നയിക്കുന്ന കെട്ടുറപ്പുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ പ്രവർത്തനം തന്നെയാണ് CPM ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. CPI സംസ്ഥാന സമിതി ആസ്ഥാനമായ MN സ്മാരകം നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. MN ഗോവിന്ദൻ നായരുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പേരിലുള്ള ഹാളിൽ സംസ്ഥാന കൌൺസിൽ യോഗം ചേർന്നു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു.
മലയാള ചിത്രം മാർക്കോയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചയാൾ അറസ്റ്റിൽ. അക്കിബ് ഹനാൻ എന്ന യുവാവാണ് ഇൻസ്റ്റഗ്രാം വഴി സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിച്ചത്. കൊച്ചി സൈബർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ്. ടോം, തിയേറ്ററുകളിൽ വളരെ നല്ല രീതിയിൽ പ്രതികരണവുമായി ഈ ചിത്രം മുന്നോട്ട് പോകുമ്പോഴാണ് വ്യാജ പതിപ്പ് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിച്ച കേസിൽ ഇപ്പോൾ ഒരാളെ പിടികൂടിയിരിക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഈ ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോസ് സിനിമയുടെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് പോലീസിൽ പരാതി നൽകിയത്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ പോലീസ് ഈ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചയാളെ പിടികൂടിയിരിക്കുന്നത്. ആലുവ സ്വദേശി ആദിഖ് ഖനാനെ സൈബർ പോലീസാണ്, എറണാകുളം സൈബർ പോലീസാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഈ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ, പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ളവർ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ അക്കൗണ്ട് വിവരങ്ങൾ ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള തെളിവുകൾ ഈ പരാതിക്കാർ പോലീസിന് മുൻപാകെ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സിനിമ പ്രചരിപ്പിച്ച സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച യുവാവിന് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളുടെ ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചവരെ പിടികൂടുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാർക്കോ സിനിമ തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. അതോടുകൂടി പക്ഷേ ഈ നിർമ്മാതാവിനെ സംവിധായകനെ സംബന്ധിച്ച് ഈ വ്യാജ പതിപ്പ് വ്യാപകമായി പ്രചരിക്കുന്നത് സിനിമയുടെ വിജയത്തെ പോലും ബാധിക്കാം, സിനിമയുടെ കളക്ഷനെ പോലും ബാധിക്കാം. അതുകൊണ്ടാണ് ഇവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലുവ സ്വദേശിയെ പിടികൂടിയിരിക്കുന്നത്. ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. സമയക്രമം പാലിക്കാത്ത ട്രെയിൻ സർവീസിൽ വലഞ്ഞ് യാത്രക്കാർ. ബസ്സിന് യാത്ര ചെയ്താൽ 1 മണിക്കൂർ കൊണ്ടെത്തുന്ന പാലക്കാട് ഷൊർണൂർ റൂട്ടിൽ പാസഞ്ചർ ട്രെയിൻ ഓടിയെത്തുന്നത് 2 മണിക്കൂർ കൊണ്ടാണ്. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിനാണ് ഈ ദുരവസ്ഥ. പാലക്കാട്, ഷൊർണൂർ, കോഴിക്കോട് റൂട്ടിലൂടെ പാസഞ്ചർ ട്രെയിൻ യാത്ര നടത്തുന്നവരാണ് ഈ ദുരവസ്ഥ നേരിടുന്നത്. 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ശബരി എക്സ്പ്രസും മംഗലാപുരം പാസഞ്ചർ ട്രെയിനും 9:15 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. കോഴിക്കോട് ഭാഗത്തേക്ക് മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതിനാൽ എല്ലാവരും മംഗലാപുരം പാസഞ്ചറിനെയാണ് ആശ്രയിക്കുന്നത്. തൃശൂർ ഭാഗത്തുള്ളവർ ശബരിയെയും ആശ്രയിക്കും. പാലക്കാട് നിന്ന് ആദ്യം എടുക്കുന്ന മംഗലാപുരം പാസഞ്ചർ പറളിയിലോ ലക്കിടിയിലോ നിർത്തിയിട്ട് ശബരി എക്സ്പ്രസിനെ കടത്തിവിടും. ഇതിനായി മിക്ക ദിവസങ്ങളിലും മണിക്കൂറോളം നേരമാണ് പാസഞ്ചർ ട്രെയിൻ പിടിച്ചിടാറുള്ളത്. ചില ദിവസങ്ങളിൽ ആലപ്പുഴ എക്സ്പ്രസും കടന്നുപോയി കഴിഞ്ഞിട്ടേ ട്രെയിൻ യാത്ര ആരംഭിക്കാറുള്ളൂ. പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് ബസ് മാർഗം 1 മണിക്കൂർ എത്തുന്നത് ട്രെയിനിൽ 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് യാത്രക്കാർ പറയുന്നു. നിർത്തിയിടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു കട പോലും ഇല്ലാത്തതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഷൊർണൂരിലേക്ക് രാവിലെ ട്രെയിനുകൾ കുറവായതിനാൽ മംഗലാപുരം, കോഴിക്കോട് ഭാഗത്തുള്ള പല യാത്രക്കാരും ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാമെന്ന ലക്ഷ്യത്തോടെയാണ് മംഗലാപുരം പാസഞ്ചറിൽ കയറുന്നത്. എന്നാൽ ട്രെയിൻ പിടിച്ചിടുന്നതോടെ ഇവർക്ക് മറ്റു ട്രെയിനുകളും പലപ്പോഴും കിട്ടാറില്ല. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിന് മങ്കരയിലും പാലപ്പുറത്തും സ്റ്റോപ്പുകൾ ഒഴിവാക്കിയെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. ടിക്കറ്റ് നിരക്ക് കുറവായതിനാൽ മംഗലാപുരം പാസഞ്ചറിനെ നിരവധി യാത്രക്കാരാണ് ദിനംപ്രതി ആശ്രയിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. അപകടാവസ്ഥയിലായ ചപ്പാരപ്പടവ് പാലം പുതുക്കി പണിയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. വലിയ ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നതും സ്ഥിരം സംഭവമാണ്. ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ചപ്പാരപ്പടവ് പാലത്തിന്റെ കോൺക്രീറ്റ് സ്ലാബുകളും തൂണുകളും ഉൾപ്പെടെ ജീർണിച്ച അവസ്ഥയിലാണ്. ഭാരമേറിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പാലത്തിന്റെ താഴ്വശത്തെ കോൺക്രീറ്റുകൾ അടർന്നു വീഴും. കൈവരികളും ക്ഷയിച്ച നിലയിലാണ്. പാലം ബലപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്ന വാഗ്ദാനം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അതേസമയം പാലം ബലപ്പെടുത്തുന്നതിന് പുതിയ പാലം നിർമ്മിക്കുന്നതിന് സമാനമായ തുക വേണ്ടിവരുമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് പാലം പുതുക്കി പണിയാൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്.
കൊല്ലം മൈനാഗപ്പള്ളിയിൽ സീക്ക ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അന്താരാഷ്ട്ര ഹ്രസ്വ ചലച്ചിത്രോത്സവം സമാപിച്ചു. ലോകം മുഴുവൻ ഒന്നിച്ചിരുന്ന് കാണേണ്ട കലയാണ് സിനിമയെന്നും മതേതര സംസ്കാരത്തെ സൃഷ്ടിക്കുന്നതിൽ സിനിമകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രശസ്ത സംവിധായകനും KSFDC ചെയർമാനുമായ ഷാജി എൻ കരുൺ പറഞ്ഞു. സിക്ക അന്താരാഷ്ട്ര ഹ്രസ്വ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഷോർട്ട് ഫിലിമുകൾ മേളയിൽ പ്രദർശിപ്പിച്ചു. ഗാന്ധി സ്മൃതി ചിത്ര പ്രദർശനവും മേളയുടെ ഭാഗമായി നടന്നു. ഗ്രാമകലാകാരന്മാരുടെ സംഗമം, സിനിമ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം, ചിൽഡ്രൻസ് ഫിലിം വർക്ക്ഷോപ്പ് എന്നിവയും മേളയുടെ ഭാഗമായി ഉണ്ടായി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5905 രൂപ, പവന് 47,240 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോ 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട് ലൈവുമായി KP അഭിലാഷ്.